നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. TCS ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇപ്പോൾ ഒരു 4ഓളം വമ്പൻ റിക്രൂട്ട്മെന്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ചില റിക്രൂട്ട്മെന്റുകൾ TCS അനൗൺസ് ചെയ്തിരുന്നു. അത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഭാഗത്തിൽ പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും വേണ്ടിയിട്ട് TCS 4 റിക്രൂട്ട്മെന്റിൽ കൂടിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 4 റിക്രൂട്ട്മെന്റുകൾ എന്ന് പറയുമ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അവസരമുണ്ട്. അത് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. ഉദാഹരണത്തിന് BCom, BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCA, BBA ഇതൊന്നും കൂടാതെ MCA, MTech, BTech, MSc, അതേപോലെ ഇപ്പോൾ MBA-ക്കാര്, PGDM-കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം അവസരങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, TCS എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ തന്നെ വാല്യുവേഷനിൽ ഒരു പ്രമുഖമായിട്ടുള്ള കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനി. അപ്പൊ ഈ ഒരു അവസരം മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ TCS-ന്റെ റിക്രൂട്ട്മെന്റ് സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് 2 ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ റിക്രൂട്ട്മെന്റുകൾ, പ്രത്യേകിച്ച് ഈ IT കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒക്കെ റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇൻഫോസിസും വിപ്രോയും അങ്ങനെയുള്ള കമ്പനികളൊന്നും ഈ കൊല്ലം റിക്രൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ TCS-ന്റെ റിക്രൂട്ട്മെന്റ് ഭയങ്കര വാല്യുബിൾ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആക്സെഞ്ചർ മറ്റൊരു പ്രമുഖമായിട്ടുള്ള ഒരു IT കമ്പനിയാണ്. അവരും ഇപ്പോൾ അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻസിന് വേണ്ടി റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ഡിഗ്രിക്കാരുണ്ട്, BSc, BA, BCom അല്ലെങ്കിൽ MCom, MA, MSc-ക്കാര്, അതല്ലെങ്കിൽ BTech-കാര്, MCA, ഇങ്ങനെയുള്ളവരൊക്കെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിന്റെ തംബ്നെയിലാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ വീട് കെട്ടുന്ന TCS-ന്റെയും ആക്സെഞ്ചറിന്റെയും ഒക്കെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടമ്മമാരെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പം ഡിഗ്രിയും PGയും ഒക്കെ ഓൺലൈനിൽ പഠിക്കാനായിട്ട് കഴിയും. ഓർക്കുക, നമ്മൾ കോളേജിൽ പോയി പഠിക്കുന്നതിനേക്കാളൊക്കെ കുറഞ്ഞ ചെലവിൽ പഠിക്കാം എന്ന് മാത്രവുമല്ല, ഇവിടെ പഠനം മാത്രമല്ല, എക്സാം വരെ ഓൺലൈനിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഈ ഓൺലൈനിലൂടെയുള്ള പഠനം നിങ്ങൾ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്നതിന് തുല്യമാണ് എന്നും UGC, ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടനവധി യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ UGC അപ്രൂവലോടെ ഇതേപോലെയുള്ള ഓൺലൈൻ ഡിഗ്രികൾ നൽകുന്നുണ്ട്. അത് വിശദമാക്കുന്ന പല വീഡിയോകളും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വെറും 18,000 രൂപ മുതൽ ഒരു വർഷത്തെ ഫീസിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. അത് എനപ്പോയ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയുടെയാണ്. അതല്ലെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റി, നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റി, ഇവയൊക്കെ ഓൺലൈനിലൂടെ വാലിഡ് ആയിട്ടുള്ള ഡിഗ്രിയും PGയും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മുൻപ് ഞാൻ നൽകിയിരിക്കുന്ന വീഡിയോയുടെ ലിങ്കും നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഇവരുടെയൊക്കെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതും അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ലഭ്യമാകും. ഓർക്കുക, പല ഡിഗ്രി കോഴ്സുകൾ, BA, BCom അല്ലെങ്കിൽ BBA, BCA എന്ന് മാത്രമല്ല PG കോഴ്സുകൾ, MBA, MCA, MCom, MA ഇതൊക്കെ ഓൺലൈനിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. അതും UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ NAC-ന്റെ A++ വരെ ഗ്രേഡിംഗ് കിട്ടിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് TCS-ന്റെ 4 റിക്രൂട്ട്മെന്റ്സ്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. TCS-ന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും TCS MBA ഹയറിംഗ്. ആദ്യം ഞാൻ MBA-ക്കാരുടെ അവസരങ്ങൾ സൂചിപ്പിക്കാം, മറ്റ് ഡിഗ്രിക്കാരുടെ അതിനുശേഷം പിന്നാലെ സൂചിപ്പിക്കാം. TCS MBA ഹയറിങ്ങിന് നിങ്ങൾക്ക് 10-ാം തീയതി മെയ് വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 17-ാം തീയതി ജൂണിലായിരിക്കും അതിൻ്റെ ടെസ്റ്റ് നടക്കുക. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി അവരിവിടെ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 2023-ലും 24-ലും MBA കഴിയുന്നവർക്കാണ് അവസരം. MBA മാത്രമല്ല, 2 ഇയർ MBA, MMS, PGDBA, PGDM കോഴ്സുകളൊക്കെ കഴിയുന്നവർക്ക് അപേക്ഷിക്കാം. സ്പെഷ്യലൈസേഷന് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷന്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IT, ജനറൽ മാനേജ്മെന്റ്, ബിസിനസ് അനലറ്റിക്സ്, പ്രൊജക്ട് മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എങ്ങനെയായിരിക്കും അപേക്ഷിക്കുക? അതിന്റെ പ്രോസസ്സ് ഞാൻ പിന്നാലെ വിശദമാകാം. കാരണം ഈ 4 റിക്രൂട്ട്മെന്റുകൾക്കും
അപേക്ഷിക്കുന്നതിൻ്റെ പ്രോസസ്സ് സെയിം ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഏറ്റവും അവസാനം സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടേക്ക് വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ പെട്ട ഒരു കാര്യം ആദ്യം തന്നെ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ സെൻറ്റർ TCSൻ്റെ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യുമ്പം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിലായിരിക്കും ഒരു സെൻറ്റർ അലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറേയും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സെൻറ്ററുകൾ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ സൂചിപ്പിക്കും. ഇതിൻ്റെ എലിജിബിലിറ്റി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 10ാം ക്ലാസ് മുതൽ 60% മാർക്സ്, 10th 12th ഡിഗ്രി ഇതിനൊക്കെ 60%, അതേപോലെ MBAയ്ക്കും ഒക്കെ 60% മാർക്ക് കിട്ടിയിരിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച കോഴ്സൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. PGDM MBA ഉൾപ്പെടെ സ്പെഷ്യലൈസേഷനൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. 2023 പാസ് ഔട്ട് ആയിരുന്നവർക്കും 24 പാസ് ഔട്ട് ആകുന്നവർക്കുമാണ് അവസരങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനി ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും MBA കഴിയുന്നവർക്ക് അപ്ലൈ ചെയ്യാം. മുൻപ് MBAക്കാരെ TCS ഹയർ ചെയ്യുമ്പോഴും BTech ആയിരുന്ന ബേസിക് ഡിഗ്രി കഴിഞ്ഞവരെയായിരുന്നു ഹയർ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഹയറിങ്ങിൻ്റെ പ്രത്യേകത BTech വേണമെന്നില്ല, ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് MBAക്ക് പോയവർക്കും അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അരിയർ പെൻഡിങ് ബാക്ക്ലോഗ്സ് കാണല് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫുൾ ടൈം പഠിച്ചവർക്കാണ് അവസരങ്ങളുള്ളത്. ഓപ്പൺ സ്കൂളിംഗ്, അതായത് NIOSലൂടെ പഠിച്ചവർക്കും 10th 12th ഒക്കെ ഓപ്പൺ സ്കൂളിൽ പഠിച്ചവർക്കും ഒക്കെ അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനെയാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 yearsൽ മേളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ കൺസിഡർ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ഫ്രഷേഴ്സിനും 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. ഇവരുടെ ടെസ്റ്റ് പാറ്റേൺ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ബിസിനസ് ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന 90 മിനിറ്റിൻ്റെ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. ജൂൺ 17 എക്സാം എന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരുടെ FAQ ഉണ്ട്, അതിൽ വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 17th ജൂൺ. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ മറ്റു വേക്കൻസികൾ കൂടി പറഞ്ഞതിന് ശേഷം സൂചിപ്പിക്കാം. ഇനി TCSലെ മറ്റൊരു റിക്രൂട്ട്മെന്റ് ഒന്ന് സൂചിപ്പിക്കാം. BCom, BBA അല്ലെങ്കിൽ BSc ഇങ്ങനെയൊക്കെ ഉള്ളവരെ റിക്രൂട്ട് ചെയ്യുന്ന, BA-ക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അവസരം. ഈ ഒരു അവസരം TCS BPS റിക്രൂട്ട്മെന്റ് ആണ്. ബാംഗ്ലൂരിലെ പേർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. TCS BPS റിക്രൂട്ട്മെന്റ് അത് അവരുടെ ബിസിനസ് പ്രോസസ് സർവീസിലേക്കാണ്. അതിൻ്റെ ജോബ് റോൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ്, ഡാറ്റ പ്രോസസ്സിംഗ്, ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ട് നടക്കുന്ന ഡേറ്റ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 22 ഏപ്രിലാണ്. അത് കർണാടകയിൽ ബാംഗ്ലൂർ വെച്ചാണ് നടക്കുന്നത്. ബാംഗ്ലൂരിലുള്ള സെന്റ് ഫ്രാൻസിസ് ഡിഗ്രി കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓർക്കുക, ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന 4 റിക്രൂട്ട്മെന്റുകളിൽ 3 എണ്ണവും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന റിക്രൂട്ട്മെന്റുകളാണ്. നിങ്ങൾക്ക് അടുത്തുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള സെൻറ്ററിൽ പോകാം. എന്നാൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് മാത്രം ബാംഗ്ലൂർ പോയി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. 2022ലും 2023ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കാണ് അവസരം. പ്രത്യേകിച്ച് BCom, അതേപോലെ BBA, BBM, BA, BSc. BScയിൽ അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും ഒഴിച്ച് ബാക്കി എല്ലാ BScക്കാർക്കും പങ്കെടുക്കാം. അതേപോലെ BCom, BA, BBA അങ്ങനെയുള്ളവർക്കൊക്കെ പങ്കെടുക്കാം. ഓർക്കുക, 2022ലും 2023ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം. 24 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് മറ്റൊരു റിക്രൂട്ട്മെന്റ് ആണ്. അത് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുക. അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റ് കാണും, അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂവും കാണും. ഇതെല്ലാം ആ ദിവസം തന്നെ നടക്കും. അപ്പോൾ ഒരു 1 ഡേയും കൊണ്ട് തന്നെ TCSലെ ജോലിയിലേക്ക് എത്താവുന്ന അവസരമാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് 22 ഏപ്രിലാണ്. ബാംഗ്ലൂർ സെന്റ് ഫ്രാൻസിസ് ഡിഗ്രി കോളേജിലേക്ക് വോക്ക് ഇൻ ചെയ്യുന്ന അഡ്രസ്സൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. പക്ഷേ വോക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇവരുടെ സൈറ്റിൽ പോയിട്ട് BPS കാറ്റഗറി പോയി രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓർക്കുക, ഈ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേന് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമ്, ഗവൺമെന്റ് ID പ്രൂഫ്, അക്കാഡമിക് ഡോക്യുമെന്റ്സ് ഒറിജിനലും സ്കാൻഡ് കോപ്പീസുമായിട്ട് വേണം പോകാൻ. ഡിഗ്രി സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അതുമൊക്കെ ആയിട്ട് വേണം പോകാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. TCS ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് ഒക്കെയുള്ള ആപ്ലിക്കേഷൻ ഫോമും ആധാർ കാർഡും കൂടി കയ്യിൽ കരുതണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി ഞാൻ TCSലെ 3ാമത്തെ റിക്രൂട്ട്മെന്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഈ റിക്രൂട്ട്മെന്റ് 2024ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കുള്ളതാണ്. TCS BPS ഹയറിങ് 2024 ബാച്ച് ഫ്രഷർ ഹയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏപ്രിൽ 26 വരെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ജൂൺ 4 ഇതിൻ്റെ ടെസ്റ്റ് നടക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആർട്സ്, കൊമേഴ്സ്, സയൻസുകാരെ
2024 പാസ് ഔട്ട് എന്നവർക്കാണ് ഈ BPS ഹയറിംഗ്, ബിസിനസ് പ്രോസസ് സർവീസ് ഡിവിഷനിലേക്കുള്ള ഈ ഹയറിങ്ങിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എങ്ങനെ അപ്ലൈ ചെയ്യണം അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നാൽ ടെസ്റ്റ് എലിജിബിലിറ്റി കാണാൻ സാധിക്കും. 2024 പാസ് ഔട്ട് ആവുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന BCom, BA, BBA അല്ലെങ്കിൽ BSc, BScയിൽ തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഇങ്ങനെയൊക്കെയുള്ള ഡിഗ്രിക്കാർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ബാക്ക്ലോഗ്സ് ഷുഡ് നോട്ട് ഹാവ് എനി ബാക്ക്ലോഗ്സ് അറ്റ് ദ ടൈം ഓഫ് അപ്പിയറിംഗ് DCS സെലക്ഷൻ പ്രോസസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ലോഗ്സ് അരിയേഴ്സ് ഉള്ളവർ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. NIOS ഒക്കെ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. എന്നാൽ ഫുൾ ടൈം കോഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അവസരങ്ങളുള്ളത്. അതേപോലെ എക്സ്പീരിയൻസ് എൻട്രി ലെവൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിനാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഏജ് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ടെസ്റ്റ് പാറ്റേൺ ഞങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 50 മിനിറ്റ്. ന്യൂമെറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നടക്കുക. എന്തെങ്കിലും FAQ സംശയങ്ങളുണ്ടെങ്കിൽ FAQ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, TCSൻ്റെ BPS ഹയറിങ് ഫൈനൽ ഇയേഴ്സിന് വേണ്ടി 2024 ബാച്ചിന് വേണ്ടിയിട്ട് അതിന് അപേക്ഷിക്കാവുന്ന അവസാന തീയതി 26 ഏപ്രിലാണ്. ജൂൺ 4 തീയതി ആയിരിക്കും ഇതിൻ്റെ ടെസ്റ്റ് നടക്കുക. ഇനി ഞാൻ TCSൻ്റെ NQT നാഷണൽ ക്വാളിഫയർ ടെസ്റ്റ് ഹയറിങ്ങിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. TCSൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അന്ന് ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു April 15 ആയിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഞാൻ ഒന്ന് ഓടിച്ച് സൂചിപ്പിക്കാം. TCS ഫ്രഷർ ഹയറിംഗ് ഇത് എഞ്ചിനീയറിങ്ങും അതേപോലെ റിലേറ്റഡ് ആയിട്ട് MCA, MSc, MTechകാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക. രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പോൾ April 25 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് April 15 നിന്ന് 25 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. April 26 ഓൺവേർഡ്സ് ആയിരിക്കും ഇതിൻ്റെ ടെസ്റ്റ്. 26 മാത്രമല്ല, അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും ഞങ്ങൾക്ക് ടെസ്റ്റ് ലഭിക്കുക. കാരണം ഇതൊരു നാഷണൽ ക്വാളിഫൈഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ എഴുതുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2024 ബാച്ചിന് വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ എലിജിബിലിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. 2024 BTech, BE BTech, അതേപോലെ ME MTech, അതേപോലെ MCA, അതേപോലെ MSc അല്ലെങ്കിൽ MS അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇത് 3 റിക്രൂട്ട്മെൻറ്റുകൾ ഇതിനകത്ത് തന്നെയുണ്ട്. ഈ 3 ലെവൽ ഓഫ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. TCS പ്രൈം ഉണ്ട്, ഡിജിറ്റൽ ഉണ്ട്, നിഞ്ചയുണ്ട്. ഇതിന് ഒക്കെ ശമ്പളം വേറെ വേറെ ശമ്പളം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൂചിപ്പിക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഇവിടേക്ക് വന്നാൽ അത് ഞാൻ ആ ഹയറിംഗ് കാറ്റഗറി ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈമിലാണെങ്കിൽ ഡിഗ്രിക്കാർക്ക് 9 lakh പെർ ആനവും PGക്കാർക്ക് 11.5 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരമാണ്. TCSന് ശമ്പളം പൊതുവെ കുറവാണ് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈം ഹയറിങ്ങിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ 11.5 ലക്ഷം രൂപ വരെ പ്രതി വർഷ ശമ്പളമുള്ള അവസരങ്ങളാണ്. അതുകൂടാതെ ഡിജിറ്റലിൽ നിങ്ങൾ ഡിഗ്രിക്ക് ആണ്, അതായത് BA, BSc, BComകാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ BTech അങ്ങനെയൊക്കെയുള്ള ഡിഗ്രി ആണെങ്കിൽ 7 ലക്ഷം വരെയാണ് പേ പാക്കേജ്. PGക്കാർ MCA, MTech, MScക്കാർക്കൊക്കെയാണ് 7.3 lakh പെർ ആനം ഉണ്ട്. ഇനി നിഞ്ഞാലാണ് നിങ്ങൾ ആ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 3.36ഉം 3.53 ലാക്കും ആയിരിക്കും പേ പാക്കേജ്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് ഈ ഹയറിംഗ് നടത്തുക. അപ്പം നിങ്ങൾക്ക് ഒരു ഇതാണ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ഇതിലേക്ക് വരിക. ടെസ്റ്റ് 2 ലെവലുണ്ട്, അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അതിൻ്റെ കൃത്യമായ എലിജിബിലിറ്റി ഒന്ന് ഞാൻ സൂചിപ്പിച്ചേച്ച് അതിലേക്ക് വരാം. 60% മാർക്ക് അല്ലെങ്കിൽ 6 CGPA നിങ്ങൾ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഇവർ സൂചിപ്പിക്കുന്നത്. 60% മാർക്സ് ത്രൂ ഔട്ട് യുവർ അക്കാഡമിക്സ്, അതായത് 10th ഓൺവേർഡ്സ് 60%, 10th-ലും 12th-ലും ഡിഗ്രിക്കും ഒക്കെ 60% കിട്ടിയിരിക്കണം. ഏതൊക്കെയാണ്? BE BTech, ME MTech, MCA, MSc, MSകാർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി പെൻഡിങ് ഓർ ബാക്ക്ലോഗ്, പെൻഡിങ് അരിയർ ഓർ ബാക്ക്ലോഗ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. ഹയറിംഗ് കാറ്റഗറി ഞാൻ സൂചിപ്പിച്ചു. ടെസ്റ്റ് എങ്ങനെയായിരിക്കും? 2 ലെവൽ ഓഫ് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പാർട്ട് എ ഫൗണ്ടേഷൻ സെഷൻ ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി. പാർട്ട് ബി ഇത് നിങ്ങൾക്ക് ഈ പ്രൈം പോലെയുള്ള കാറ്റഗറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാർട്ട് ബിയും അറ്റൻഡ് ചെയ്യണം.
അതിൽ അഡ്വാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് എബിലിറ്റി, അഡ്വാൻസ് കോഡിങ്, ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. NQT പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ കാര്യങ്ങൾ, അവരുടെ TCS ലോഞ്ച് പാഡ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ട് FAQയിൽ വന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് നാഷണൽ ക്വാളിഫയർ ടെസ്റ്റ്. ഇതിന് നിങ്ങൾക്ക് ഏപ്രിൽ 25 വരെ, ഏപ്രിൽ 15 എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ 25 വരെ അപ്ലൈ ചെയ്യാം. ഏപ്രിൽ 26 മുതൽ ടെസ്റ്റുകൾ നടക്കും. ഇനി എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യണം എന്നുകൊണ്ട് സൂചിപ്പിക്കാം. ഞാൻ പറഞ്ഞ 4 റിക്രൂട്ട്മെന്റുകളിൽ ബാംഗ്ലൂരിൽ നടക്കുന്ന വോക്കിൻ ഒഴിച്ച് ബാക്കി 3 റിക്രൂട്ട്മെന്റുകൾക്കും നിങ്ങൾ TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോയിട്ട് വേണം രജിസ്റ്റർ ചെയ്യുവാനായിട്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഇതിന് പേയ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ, ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് IT ആണ്, ഒന്ന് BPS ആണ്. ഞാൻ സൂചിപ്പിച്ച 2 അവസരങ്ങൾ BPS ആണ്, ബിസിനസ് പ്രോസസ് സർവീസസ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ BPS എന്നുള്ള ഓപ്റ്റ് ചെയ്യണം. ഇനി ഒരെണ്ണം സൂചിപ്പിച്ചത് ഞാൻ ആ BTech, ME, MTech, MCA അങ്ങനെയുള്ള സൂചിപ്പിച്ചത് IT റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ IT എന്നുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. IT എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ആദ്യം ഇവിടെ നൽകിയിട്ട് OTP വരും. അത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി നിങ്ങൾ മുൻപ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈഡ് ഫോർ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അപ്പോഴാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ ആകുന്നത്. ഓർക്കുക, നിങ്ങളോട് ടെസ്റ്റ് സെന്റർ ചോദിക്കുമ്പോൾ ഇൻ സെന്റർ എടുത്തിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സെന്റർ എടുത്ത് അപ്ലൈ ചെയ്യുക. മിക്കവാറും പല സ്ഥലങ്ങളിൽ TCSന്റെ ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്, അത് അവിടെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നിങ്ങളുടെ DT നമ്പർ അങ്ങനത്തെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അത് നിങ്ങൾ അതേപോലെ ലോഗിൻ ഡീറ്റെയിൽസ് അതൊക്കെ കയ്യിൽ വെക്കുക. കാരണം നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആയോ റിസൾട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ സൈറ്റിൽ തന്നെ ആയിരിക്കും ലഭ്യമാവുക. ഈ സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട്, എവിടെയാണ് ലോഗിൻ ചെയ്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഭാവിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ TCS റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ സൗജന്യമാണ്. ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്തെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഇതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, അത് പരിശോധിച്ച് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും ഒക്കെ അവിടെ നൽകുന്നുണ്ട്, അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.